ഞാനൊരൊറ്റ സംഭവം ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. അയാൾ വന്നിട്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ്, ഞാനൊരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടെത്തി. അങ്ങനെ ഞാൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ആ പെൺകുട്ടീൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, മോളെ ഞാൻ എന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. പെൺകുട്ടി പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് നിങ്ങളുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞെന്താ അറിയോ, ഈ പെൺകുട്ടി വേറൊരാളുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, എനിക്ക് ദേഷ്യം വന്നു. ആ പെണ്ണിനോട് ഈർഷ്യതയും ദേഷ്യവും വിദ്വേഷവും എൻ്റെ മനസ്സിൽ ഉയർന്നു പൊങ്ങി. ഞാൻ അങ്ങനെ ചെന്ന് ആ പെൺകുട്ടിയെ ഞാൻ ആ പെണ്ണിനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ, ഫഹല്ലി മിൻ തൗബ, എനിക്ക് തൗബ ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് തൗബ ഉണ്ടോ, എനിക്ക് പശ്ചാത്താപമുണ്ടോ, എൻ്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ച ചോദ്യം എന്താ അറിയോ? തിരിച്ചു ചോദിച്ച ചോദ്യം, ഉമ്മുക ഹയ്യ, മോനെ നിനക്ക് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞില്ല, എനിക്കില്ല. എങ്കിലും മോനെ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹുവിലേക്ക് അടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നേറണം. ഇത് കേട്ടപ്പോൾ ഈ ഹദീസ് ഉദ്ധരിച്ച അതാ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഓടി വന്നു. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല ഇബ്നു അബ്ബാസ്, കൊലപാതകിയായ ഒരു മനുഷ്യനോട് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത്? മനസ്സിലായില്ല. അതിൻ്റെ പൊരുളി ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഏത് ഒരു കൊല നടത്തിയ ഒരാളോട് ചോദിക്കാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളത് ചോദിച്ചതിൻ്റെ പൊരുളി ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന വാക്കെന്താ അറിയോ? ഹൃദയത്തിൽ കുറിച്ചു വെക്കേണ്ട വാക്കാണ്, ഹൃദയാന്തരാളങ്ങളിൽ പച്ചയായി നിലനിൽക്കേണ്ട വാക്കാണ്. എന്താ പറഞ്ഞെന്നറിയോ? ലാ അഅലമു അമലൻ അഖറബ ഇൻദല്ലാഹി അമലൻ മിൻ ബിർരിൽ വാലിദ, മാതാവിനെ നന്മ ചെയ്യുന്നതിനേക്കാളും പുണ്യമേറിയ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനവും എനിക്കറിയില്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഒരു പുണ്യകർമ്മവും എനിക്കറിയില്ല. മാതാവിന് നന്മ ചെയ്യുന്നതിനേക്കാളും ഉമ്മാനെ സ്നേഹിക്കുക, ഉമ്മാനെ ആദരിക്കുക, ഉമ്മയെ ബഹുമാനിക്കുക, ഉമ്മയെ അനുസരിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, അവരെ സ്നേഹിക്കുക, അവരെ ആദരിക്കുക എന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അമൽ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഞാനും ചെയ്യലുണ്ടോ? ആലോചിക്കണം. ഞാനും ചെയ്യലുണ്ടോ? ആലോചിക്കണം. ഏറ്റവും അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ അമലാണ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഇതൊക്കെ പറഞ്ഞു നമ്മൾ മാതാപിതാക്കളോട് ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നതൊന്ന് പറയാൻ പാടില്ല എന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം. അള്ളാനെ റസൂലിനെയും ധിക്കരിക്കാത്ത എല്ലാ വിഷയത്തിലും മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം. എത്രത്തോളം അറിയോ? ഇന്ന് സമകാലിക സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പലപ്പോഴും വിദ്യാർത്ഥിനികളും മാതാപിതാക്കളെ ധിക്കരിക്കുന്നത് ഒരു ഫാഷനായി കണ്ടുവരുന്ന കാലഘട്ടമാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന, ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിലൊക്കെ വമ്പിച്ച തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അധാർമിക പ്രവർത്തനമാണ് പ്രണയം എന്നത്. പ്രണയം ഇപ്പോൾ എത്രത്തോളം എന്നറിയോ? ഞാനൊരു LP സ്കൂളിൽ അധ്യാപകനാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം നഴ്സറി ക്ലാസ്സുകളിൽ അധ്യാപകൻ എത്തിയില്ല, ടീച്ചർ എത്തിയില്ല. അപ്പോൾ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഭയങ്കര ബഹളം. ഞാൻ ഈ നഴ്സറി ക്ലാസ്സിലേക്ക് ചെന്നു. അപ്പോൾ ചെന്നപ്പോൾ അവിടെ ഒരു കുട്ടി ഇങ്ങനെ എന്തോ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ആ കുട്ടീൻ്റെ പിന്നാലെ എല്ലാ കുട്ടികളും ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാവരും സൈലൻ്റ് ആകാൻ പറഞ്ഞു. സൈലൻ്റ്. ഞാൻ ചോദിച്ചു, എന്താണ് മോൻ്റെ കയ്യിൽ? മാഷിന് പറഞ്ഞു തരൂല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോനെ മാഷിന് പറഞ്ഞു തരണം, മാഷൊരു മുട്ടായി തരും. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരൂല. ഞാൻ ചോദിച്ചു, എന്താ മോനെ പറഞ്ഞു തരാത്? അത് പറയാൻ പറ്റിയതല്ല, അതങ്ങനെ പറയില്ല. അത് നിങ്ങൾ നോക്കണം, നഴ്സറി ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവസാനം ഞാൻ എന്ത് ചെയ്തു? വളരെ നല്ല രൂപത്തിൽ അടുത്തിരുത്തി നല്ല ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു, മാഷിൻ്റെ കുട്ടിയല്ലേ, അതുകൊണ്ട് മാഷിന് പറഞ്ഞു തരണം, മാഷിന് കാണിച്ചു തരണം. പോനെന്ത് ചെയ്തു? കയ്യിലുള്ളൊരു പേപ്പർ എനിക്ക് കാണിച്ചു തന്നു. അതിലൊരു ലവിൻ്റെ ചിഹ്നമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇത് ജാസിമേ ഇവക്ക് കൊടുത്തതാണ്. അവിടെ നോക്ക്, LKG പഠിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ പോലും ഇത്രയും വിഷലിപ്തമായ ചിന്തകളും ഇത്രയും വിഷലിപ്തമായ കാര്യങ്ങളുമാണ് നമ്മുടെ മീഡിയകളും മാധ്യമങ്ങളും
ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു കാലഘട്ടത്തിൽ പ്രണയം നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമാണ്. ഇങ്ങോട്ട് നോക്ക്, ഒരു +2 കഴിഞ്ഞ് പഠനമൊക്കെ കഴിയുന്ന സമയത്ത് മോളോട് പറയും, മോളെ വാപ്പച്ചി മോക്ക് കല്യാണം നോക്കട്ടെ. അപ്പം നമ്മൾ പറയും, പല പെൺകുട്ടികളും പറയും, എന്താ അറിയോ, കല്യാണം ആയിട്ടില്ല, പിന്നെ എനിക്ക് ഞാൻ പഠിക്കില്ലേ, മുമ്പിൽ വമ്പിച്ച എൻ്റെ പഠനമൊക്കെ കൊളാകും, അതുകൊണ്ട് ഇപ്പം കല്യാണം വേണ്ടെന്നറിയും. വാപ്പാക്കറിയില്ലല്ലോ, ഉമ്മാക്കറിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വാപ്പ വീണ്ടും ചോദിക്കും. വാപ്പ പറയും ഉമ്മാനോട്, ഇതൊന്ന് ചോദിച്ചു നോക്ക്, നീ ഒന്ന് ചോദിച്ചു നോക്ക് മോളോട്, ഇനി വൈകിയാലേ പ്രശ്നമാണ്. കൊണ്ട് വളരെ പെട്ടെന്ന് വാപ്പാൻ്റെ മനസ്സ് നീറുന്നുണ്ടാകും. ഒരു പെൺകുട്ടി പ്രായപൂർത്തി എത്തിയ വാപ്പാൻ്റെ മനസ്സ് പടുക്കും, ഉമ്മാൻ്റെ മനസ്സ് പടുക്കും കെട്ടിച്ചൂടാൻ. അങ്ങനെ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് പറ്റിയ ആളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് തന്നാൽ മതി. അപ്പോൾ സത്യത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം എന്താ അറിയോ, നമ്മുടെ മക്കൾ സ്കൂളിൽ പറഞ്ഞേക്കുന്ന പഠിക്കാനല്ല കേട്ടോ, പ്രണയിക്കാനാണ് സത്യം. ഇപ്പോൾ ഒരു ഹയർ സെക്കൻഡറി ഇതേപോലെ ഒരു ഹൈസെക്കും പങ്കെടുത്തപ്പോൾ പല കുട്ടികളും ഇത്തരം വിഷയങ്ങളുമായി വന്ന് കൗൺസിൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവരോട് ചോദിച്ചു, എന്താ മക്കളെ ഇത്, എല്ലാവർക്കും ഉണ്ടല്ലോ, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞെന്തറിയോ, എൻ്റെ ക്ലാസ്സിൽ ഇത്ര കുട്ടികളുണ്ട്, അതിൽ 46 കുട്ടികളുണ്ട്, അതിൽ ഇത്ര കുട്ടികൾക്കും പ്രണയമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മുടെ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നതിനാണെന്നറിയോ, പ്രണയിക്കാൻ അല്ലേ? ഇനി നിങ്ങൾ നോക്ക്, ഇനി ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നതെന്നറിയോ, വാപ്പയും ഉമ്മയും പറയാം, മോളെ കല്യാണം കഴിക്കാൻ പറ്റൂല, നമുക്ക് പറ്റിയ ആളല്ല, ദീനുള്ള ആളല്ല. മോളെന്ത് ചെയ്യും, വാപ്പയും ഉമ്മയും കണ്ടെത്തിയ ഒരു പുരുഷനെ അംഗീകരിക്കണം. അവസാനം ഇവളെന്ത് ചെയ്യും, വാപ്പ ഉമ്മയും സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ ഇവൾ ഓടിപ്പോവും. എന്നിട്ടോ രജിസ്റ്റർ വിവാഹം ചെയ്യും. നിങ്ങൾ ആലോചിക്കണം, ഇവിടെയാണ് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം. മാതാപിതാക്കളുടെ തൃപ്തിയില്ലാതെയുള്ള വിവാഹം വ്യഭിചാരമാണ്. വലിയന്റെ സമ്മതമില്ലാതെയുള്ള വിവാഹം വ്യഭിചാരമാണ്. ഒരൊറ്റ സംഭവം പറയാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. കല്യാണം കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു മോനോട്, മോൻ്റെ ഇസ്ലാമിക ജീവിതത്തിന് ഈ പെൺകുട്ടി തടസ്സമാണ്, അതുകൊണ്ട് ഈ പെണ്ണിനെ മോന് ത്വലാക്ക് ചൊല്ലണമെന്ന് പറഞ്ഞു. മോന് പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാപ്പാ എനിക്ക് ത്വലാക്കെല്ലാം പറ്റൂല, ഞാൻ ഒരുപാട് സ്നേഹിച്ച പെണ്ണാണ്, ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന പെണ്ണാണ്, എനിക്ക് ത്വലാക്കെല്ലാം കഴിയില്ല എന്ന് പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തതെന്നറിയോ, നേരെ റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് ചെന്നു. ഹബീബായ റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ആ ഇബ്നു ഉമറിനെ എൻ്റെ സദസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇബ്നു ഉമർ വന്നു. ഇബ്നു ഉമറിനോട് ചോദിച്ചു, ഇബ്നു ഉമറെ, വാപ്പ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, എന്താ മോൻ്റെ വിഷയം എന്താ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാൻ്റെ റസൂലേ, മനസ്സിൽ ഒരുപാട് ആഴത്തിലിറങ്ങിയ പെൺകുട്ടിയാണ്, ഒരുപാട് സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണ്, എനിക്ക് ത്വലാഖ് എല്ലാം പറ്റുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഇബ്നു ഉമറിനോട് വാപ്പാനെ സാക്ഷി നിർത്തി പറയാൻ, നിന്റെ വാപ്പക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിൽ വേണ്ട, നിന്റെ ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പാക്ക് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടി നമ്മുടെ ജീവിതത്തിൽ വരരുത്, ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് വരരുത്. നിങ്ങൾ നോക്ക്, ഒരു 2 കൊല്ലം മുമ്പ് പരപ്പനങ്ങാടിയിൽ ഒരു ഉമ്മ 6 മാസം ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ്. എന്നിട്ട് ഈ ഉമ്മ പണക്കാരുടെ വീടുകളിലെ എച്ചില് പെറുക്കി വൃത്തിയാക്കി അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് ഈ പൊന്നുമോളെ വളർത്തി വലുതാക്കി BSc നഴ്സിംഗ് പഠിപ്പിച്ച് ഒരു ഹോസ്പിറ്റലിൽ ജോലി വാങ്ങിക്കൊടുത്തു. സമയത്ത് മോളോട് പറഞ്ഞു, മോളെ കല്യാണം. മോള് പറഞ്ഞു, ഇപ്പോൾ വേണ്ട. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മോളെ കാണുന്നില്ല. മൈസൂരിലെ ഒരു ലോഡ്ജിൽ വെച്ച് ഇവരെ 2 പേരെയും പിടിക്കപ്പെട്ടു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഉമ്മാനെ വിളിപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു, ജീവിതത്തിൽ ഇന്ന് വരെ പോലീസ് സ്റ്റേഷൻ കാണാത്ത ഉമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് വരിക. കരയുന്ന കണ്ണുകളുമായ ഉമ്മ മോളോട് ചോദിച്ചു, മോളെ, ഞാൻ 6 മാസമായ സമയത്ത് എൻ്റെ ഗർഭം DNC ചെയ്ത് എനിക്കൊരു പുതിയ ജീവിതത്തിലേക്ക് പോവായിരുന്നു. എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എല്ലാം ഞാൻ ഒതുക്കി വെച്ചത് പൊന്നുമോളെ എൻ്റെ ഉദരത്തിൽ വളരുന്ന നിന്നെ ഓർത്തു മാത്രമാണ്. നീ എനിക്കൊരു താങ്ങാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്തത്. എന്നിട്ടും നീ എന്നെ വഞ്ചിച്ചല്ല മോളെ. മോൾ എൻ്റെ കൂടെ വരണം. നാളെ കോടതിയിൽ വെച്ച് നിന്നോട് ചോദിക്കുമ്പോൾ
നീ എനിക്കനുകൂലമായി പറയണം. മോളെന്ത് ചെയ്തു? ഒന്നും പറയാതെ പോയി. അടുത്ത ദിവസം കോടതിയിൽ ജഡ്ജി ചോദിക്കുകയാണ്. കോടതിയിലെ ഒരു ഭാഗത്ത് ഉമ്മയും ഒരു ഭാഗത്ത് മകളെയും നിർത്തുകയാണ്. മകളോട് ചോദിച്ചു, മോളെ 18 കൊല്ലം നൊന്തു പ്രസവിച്ച്, വാപ്പയില്ലാതെ നൊന്തു പ്രസവിച്ച് അമ്മിഞ്ഞപ്പാല നൽകി ഓരോ സെക്കൻഡിലും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു ഭർത്തൃ ജീവിതം പോലും ഉപേക്ഷിച്ച ഈ പെണ്ണിനെ, ഈ ഉമ്മാനെ വേണോ, അതല്ല ഇന്നലെ പരിചയപ്പെട്ട കാമുകനെ വേണോ? ഉമ്മ അപ്പോഴും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചോനെ, എൻ്റെ മോള് പറയും എൻ്റെ കൂടെ വരും. പക്ഷേ ആ മകള് അവിടെ വെച്ച് പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടെ പോകുന്നില്ല, ഞാൻ ഇഷ്ടപ്പെട്ട കാമുകൻ്റെ കൂടെ പോകുന്നു. കോടതിയിൽ വെച്ച് ഈ മകള് ജഡ്ജിയോട് പറഞ്ഞു, 18 കൊല്ലം എന്നെ പോറ്റി വളർത്തിയ ഉമ്മയുടെ കൂടെ ഞാനില്ല, ഞാൻ ഇന്നലെ പരിചയപ്പെട്ട എൻ്റെ കാമുകൻ്റെ കൂടെ പോവാൻ. സത്യത്തിൽ ആ ഉമ്മ വളരെ സങ്കടപ്പെടുന്ന മനസ്സുമായി കോടതിയിൽ നിന്നിറങ്ങി വരുമ്പോൾ നമ്മുടെ ഒരു സഹോദരനോട് പറഞ്ഞത്, ജീവിതത്തിൽ ഒരുപാട് ഞാൻ വേദനിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ച് പോകുമ്പോൾ പോലും ഞാൻ ഇത്ര വേദനിച്ചിട്ടില്ല. ഞാൻ നൊന്തു പ്രസവിച്ച എൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ച് ഞാൻ അമ്മിഞ്ഞപ്പാൽ കൊടുത്ത എൻ്റെ മോള് എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഇല്ലാതാകുകയായിരുന്നു. എന്നിട്ട് ആ ഉമ്മ പറയാ, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്, മരിച്ചു കളഞ്ഞാലോ എന്നുവരെ ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? റസൂലുള്ള പറയാം, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയാത്ത 3 പ്രാർത്ഥനയുണ്ട്, വളരെ പെട്ടെന്ന് ഉത്തരം ചെയ്യുന്ന പ്രാർത്ഥന. ഒന്ന്, ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന, അല്ലാഹ് പെട്ടെന്ന് ഉത്തരം കൊടുക്കും. രണ്ടാമത്തത് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ പ്രാർത്ഥന. മൂന്നാമത്തത് ദഅവത്തുൽ വാലിദി അലൽ വലദ്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹ് ഒരിക്കലും തട്ടിക്കളയുകയില്ല. നിങ്ങൾ നോക്കൂ, ഒലിക്കുന്ന കണ്ണീരുമായി ആ വാപ്പ ആ മകൾക്ക് വേണ്ടി എങ്ങാനും പ്രാർത്ഥിച്ചു പോയാൽ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞു. അല്ലാഹ് പെട്ടെന്ന് ഉത്തരം നൽകുന്ന ഒരു മടിയില്ലാതെ അല്ലാഹ് പെട്ടെന്ന് ഉത്തരം നൽകും.